നമസ്കാരം. ക്രിസ്തുവിൻ്റെ മുഖം ആദ്യമായി വരച്ചത് ആരാണ്? അത് ക്രിസ്തു തന്നെയാണ്. അത്ഭുതകരമായ ആ ചരിത്രം കേട്ടുകൊള്ളൂ. ഇടേസായിലെ രാജാവായിരുന്ന അബ്ഗാർ തനിക്ക് ഭേദമാകാത്ത വിധം രോഗം ബാധിച്ചപ്പോൾ തൻ്റെ ഒരു ദൂതനെ അക്കാലത്തെ വൈദ്യനും ഗുരുവുമായ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് പറഞ്ഞയക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ അരികിലെത്തിയ ഹാനാൻ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചുവെങ്കിലും കർത്താവ് മനുഷ്യാവതാര പ്രവർത്തനങ്ങളുടെ സമാപന കാലമാകുന്നുവെന്നും രക്ഷാകര സംഭവങ്ങൾ നടക്കുവാനിരിക്കുന്നുവെന്നും ആയതിനാൽ തനിക്കിപ്പോൾ വരാൻ സാധിക്കുകയില്ല എന്നും താനൊരു ശിക്ഷനെ അവിടത്തേക്ക് അയച്ചുകൊള്ളാമെന്നും രാജാവിനെ സുഖപ്പെടുത്താമെന്നും സുവിശേഷ പ്രവർത്തനങ്ങൾ ഏർപ്പെടാമെന്നും കർത്താവ് ഉറപ്പ് നൽകുകയാണ്. തിരികെ പോകാൻ ഒരുങ്ങുമ്പോൾ ക്രിസ്തുവിൻ്റെ രൂപം തൻ്റെ കയ്യിലെ ഒരു തുണിയിൽ പകർത്തുവാൻ ഹാനാൻ ശ്രമിക്കുന്നു. സ്വതവേ ഒരു ചിത്രകാരനായിരുന്നിട്ട് കൂടി 2-3 പ്രാവശ്യം പരിശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നപ്പോൾ ഇത് കണ്ട ക്രിസ്തു ജലം കൊണ്ട് മുഖം കഴുകി തുണി വാങ്ങി തൻ്റെ മുഖത്ത് പതിപ്പിച്ച് ഹാനാന് നൽകുന്നു. ഇതായിരുന്നു ചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്തുവിൻ്റെ മുഖം പതിഞ്ഞ തുണി. ഈ തുണിയുമായി ഹാനാൻ അബ്ഗാർ രാജാവിൻ്റെ അരികിലെത്തുന്നു. ഭയബഹുമാന ആദരവുകളോടുകൂടി രാജാവ് ഈ തുണി വാങ്ങുന്നു. പിൽക്കാലത്ത് ഇടേസായിലേക്ക് നിയുക്തനായിരുന്ന മാർത്തോമാ ശ്ലീഹായാണ്. ഭാരതത്തിലും ഇടേസായിലും സഭ സ്ഥാപിക്കുന്നത് മാർത്തോമാ ശ്ലീഹാണ്. മാർത്തോമാ ശ്ലീഹ ഇടേസായിലേക്ക് തൻ്റെ ശിഷ്യനായ ആദായിയെയാണ് പറഞ്ഞയക്കുന്നത്. ആദായി 70 അറിയിപ്പുകാരിൽ ഒരാളാണ്. അവിടെ പോയി രാജാവിനെ കാണുകയും സുഖപ്പെടുത്തുകയും സുവിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്തു. ക്രിസ്തു തൻ്റെ സ്വന്തം കരങ്ങളാൽ ആദ്യം രചിച്ചതായ ഈ ചിത്രമാണ് ലോകത്തിലെ ആദ്യത്തെ ഐക്കൺ. അത് മറ്റൊരു കൈയാലും സൃഷ്ടിക്കപ്പെട്ടതല്ല, ക്രിസ്തുവിൻ്റെ സ്വന്തം കൈയാൽ വിരചിതമായതാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ മുഖം അഥവാ ഐക്കൺ വരയ്ക്കുന്ന ഒരാളും സ്വന്തം പേര് അതിനെ താഴെ ചാർത്താറില്ല. അതിനൊരു കാരണം ഇത് തന്നെയാണ്. അത് മാനുഷിക കരങ്ങളാൽ സംഭവിക്കപ്പെടുന്നതല്ല, ദൈവികമായ ഒരു നിവേശത്താൽ സംഭവിക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യാവതാരവും. മറ്റൊരു പ്രേരണയും കൂടാതെ സ്വന്തം ഇഷ്ടത്താൽ സ്വേച്ഛയാൽ നിർവഹിക്കപ്പെട്ട ഒന്നായിരുന്നു. ഈ ഒരു ചരിത്ര സംഭവം ആദ്യ നോമ്പിൻ്റെ വിശുദ്ധ കുർബാന മധ്യേ നാം ആലപിക്കുന്നത് ഒരുപക്ഷെ നാം അറിയാതെ പാടിപ്പോവുകയാണ്. മൊറാനീശോ സാക്ഷാരംഭേ ചൊന്നബ്ഗാറേ. അതിൻ്റെ മധ്യഭാഗത്തായി പാടുന്നു, തൻ ചിത്രം ചേർത്താൻ നാളിൽ നൽകത്തൊന്നേ. ആ ചരിത്രം വളരെ ഹൃദ്യമായി ഒരു പാട്ടിലൂടെ പുനരവതരിപ്പിക്കുന്നുണ്ട് ആദ്യ നോമ്പിൻ്റെ വിശുദ്ധ കുർബാനയിൽ. ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് എവസേബിയോസിന്റെ തിരുസഭാ ചരിത്രത്തിൽ, മാറാദായുടെ ഉപദേശങ്ങളിൽ, സ്രൂഗിലെ യാക്കോബിന്റെ രചനകളിൽ, എസിബിസിലെ മാർ അപ്രേമിന്റെ കത്തുകളിൽ, എഗേറിയയുടെ ഹോളി ലാൻഡ് ട്രാവലോഗിൽ നാം വായിക്കുന്നുണ്ട് ഈ സംഭവം. ഇപ്പോൾ ഈ ചിത്രം എവിടെയാണെന്നതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല, അജ്ഞാതമാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ചിത്രമായിരുന്നു ക്രിസ്തുവിൻ്റെ ചിത്രങ്ങളുടെ പ്രാക് രൂപം. ഇത് കണ്ടുകൊണ്ടാണ് നീണ്ടു നിവർന്ന മുടിയും താടിയും ഒക്കെ ഉള്ള ക്രിസ്തുവിനെ വരയ്ക്കുവാൻ ആരംഭിച്ചത്. വെറോണിക്കയെ പറ്റി സമാനമായ ഒരു കഥയുണ്ട്. പക്ഷേ അതിൻ്റെ ഉറവിടം ഏതാണ്ട് 10-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. അതിനെത്രയോ കാലങ്ങൾക്ക് മുമ്പ് 4-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ഒരു ചരിത്രം രേഖകളിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ട ഒരു പാഠഭാഗം കൂടിയാണ്. തൻ ചിത്രം ചേർത്തന്നാളിൽ നൽകത്തൊന്നേകി